പേത്രത്തേക്ക് മുന്നേ ഉള്ള അൺബോക്സിങ്. പല സാധനങ്ങളൊന്നും ഉണ്ട് അതിനകത്ത്. പുതിയ നൈറ്റ് നല്ല രസം വീഡിയോയില്. പേത്രത്ത പ്രമാണിച്ചുള്ള സ്പെഷ്യൽ വിഭവങ്ങൾ അടങ്ങിയ ഒരു അൺബോക്സിംഗ് ആണ്. അതങ്ങനെ എളുപ്പം പറയില്ല. ആ അതെടുത്തോ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ ഇതില്? അത്ര ഉള്ളൂ ഇന്നത്തെ അൺബോക്സിംഗ്. പേത്രത്ത സ്പെഷ്യൽ. ഇന്ന് മേടിച്ച സാധനങ്ങളില്ലേ, ടോട്ടൽ കോസ്റ്റ് എത്രയായിന്നറിയോ? ഞാനിനി ഒന്നും പറയണില്ല, എല്ലാം മേടിച്ചു. എനിക്ക് ഇച്ചിരി വട്ടായി തുടങ്ങി. ഇനി നമുക്ക് 50 ദിവസം കഴിഞ്ഞേ നോൺ വെജ് ഉള്ളൂ. ഞാനിത് നല്ലതെന്ന് പറഞ്ഞോണ്ടാണോ അമ്മ ഇപ്പൊ സ്ഥിരം ഈ ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്? അതല്ല, പൊടി അങ്ങ് തീരട്ടേന്ന് ഓർത്ത. പിന്നെ വൈകുന്നേരം വേറെ ഒന്നും ഉണ്ടാക്കാനില്ലാതിരുന്നോണ്ട് അത് എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുവാണ്. സൂചി ഗോതമ്പ് റവ ഉപ്പുമാവ് നല്ലതാ. നല്ലതാ. ഗ്രീൻ പീസ് ഒക്കെ ഇട്ടാ നല്ലതാട്ടോ. ചിലര് പറഞ്ഞു ഇതിന്റെ കൂടെ മീൻകറി അടിപൊളിയാണ്. നല്ല അന്ന് മീൻകറി ഉണ്ടായിരുന്നു. അയ്യോ പഴമായിരുന്നു. അത് ഓരോരുത്തർക്കുള്ള ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആയിരിക്കും. അതെ 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 അതെ. നമുക്കത് ഇഷ്ടമാവുന്നില്ലോ. ഇനി നമുക്ക് വേറൊരു ദിവസം ട്രൈ ചെയ്യാം. ഇപ്പൊ ഓൾറെഡി പഴം അരിഞ്ഞ് ഇട്ടുപോയി. എനിക്ക് പഴം തന്നെയാട്ടോ ഇഷ്ടം. പുതിയ നൈറ്റിമിറ്റിയാ. പുതിയതെന്ന് പറഞ്ഞാൽ നേരത്തെ തുണിയെടുത്ത് വെച്ചിരുന്നതാ. ഇനി 2 കൊണ്ട് തയ്ക്കാനേ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അന്ന് നീ കൊണ്ടുവന്ന. ഇന്ന് വ്യത്യസ്തമായ സാധനങ്ങളുണ്ട് കേട്ടോ അൺബോക്സിങ്ങിന്. പേത്രത്തയല്ലേ, പേത്രത്തേക്ക് മുന്നേ ഉള്ള അൺബോക്സിങ്. നമുക്ക് കറി ഉണ്ടാക്കാനിരുന്ന അപ്പം മേടിച്ചിട്ടുണ്ട് മറ്റേത്. അവിടെ ഞാൻ പറഞ്ഞു പല സാധനങ്ങളൊന്നും ഉണ്ട് അതിനകത്ത്. ആദ്യം കാപ്പി കൊടുക്കട്ടെ. വേഗം കഴിച്ചിട്ട് തുറക്കാം, കാരണം ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ ഉണ്ട്. കൈയോടെ ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ മതിയായിരിക്കും. അല്ല, ഇപ്പൊ വെച്ച് കഴിഞ്ഞാലേ പല സാധനങ്ങളും കൂടെ എല്ലാം കൂടെ മിക്സ് ആയി പോകും. വേഗം പോയി കഴിക്കാം. ഇതേ ഓൾറെഡി പഴയരിഞ്ഞ് ഇട്ടു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ മീൻകറി ഒന്ന് പരീക്ഷിച്ചേനെ. സൂചി ഗോതമ്പ് റവ മേടിച്ചതിന് ശേഷം ഇപ്പൊ സ്ഥിരം അതാട്ടോ. സ്ഥിരമല്ല, അങ്ങ് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടാക്കും. നല്ല ചൂടാട്ടോ ഇവിടെ. പീനട്ട് എനിക്ക് തോന്നണേ ഏറ്റവും അവസാനം വറുത്തിടണമായിരിക്കും നല്ല. അപ്പൊ നല്ല ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പുതിയ നൈറ്റ് നല്ല രസം വീഡിയോയില്. ഇതുവരെ വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, അതാ അമ്മ അങ്ങ് കുഴച്ച് ആസ്വദിച്ചാ കഴിക്കണേ. നൈറ്റ് കൊണ്ടുവന്ന് കഴുകും. ഓ ഏഹേ, അതൊരു പുതിയ അറിവാണല്ലോ. ആ ശരിയാ, പുതിയ ഡ്രസ്സുകൾക്കൊക്കെ ചൂടാ. അതെന്താന്ന് എനിക്കറിയില്ല. ചൂട് പറയും. പ്രത്യേകിച്ച് കോട്ടൺ ഡ്രസ്സുകൾക്ക് അങ്ങനെ തോന്നിയേക്കണേ. ഞാൻ ചിലത് ഇടുമ്പോഴും എനിക്ക് ചൂട് തോന്നാറുണ്ട്. വേണ്ട, അതിന്റെ ഒന്നും വേണ്ട. ഇച്ചിരി കഴിയുമ്പോ അങ്ങ് തണുപ്പായിക്കോളും. കുഴച്ച് ആസ്വദിച്ച കഴിക്കട്ടെ. ബാ വേം ബാ. വരാന്നേ. പഴമൊക്കെ ഇരിപ്പുണ്ടല്ലോ. പാളയം കൊടന. ഉപ്പുമാവ് ഇച്ചിരി കൂടി ഉണ്ട് ബാക്കി. പാലും ഇച്ചിരി ഇരിപ്പുണ്ട്. അമ്മ ഇപ്പൊ വരും കേട്ടോ. അതെ, നല്ല ചൂടാ. എറണാകുളത്ത് നല്ല ചൂടാ. ഇവിടെ അത്രേ ഇല്ല. ഇവിടെയാണോ ഇരിക്കണേ? പേത്രത്ത പ്രമാണിച്ചുള്ള സ്പെഷ്യൽ വിഭവങ്ങൾ അടങ്ങിയ ഒരു അൺബോക്സിംഗ് ആണ് അമ്മ ഇന്ന് തുടങ്ങാൻ പോണത്. ആങ്സൈറ്റി ഉണ്ടോ? ഇല്ലേ? ഇപ്പൊ അതൊരു സ്ഥിരം സംഭവമായില്ലേ? അതാ വേഗം തുറന്നു. ഇപ്പൊ കൂടുതലൊന്നും പറയാനില്ല. നല്ല കവറായതുകൊണ്ട് ഞാൻ എടുത്തതാ. അത് ആദ്യം വളരെ സൂക്ഷിച്ച് ഞാൻ കൊണ്ടുവന്നത്. അപ്പം കാരണം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നുറുങ്ങിപ്പോവും. വളരെ സൂക്ഷിച്ചാ ഞാൻ കൊണ്ടുവന്നത്. കണ്ടോ, അപ്പം നുറുങ്ങിയിട്ടൊന്നുമില്ല. വില പറഞ്ഞു. പാലപ്പം 30 രൂപ 8 എണ്ണത്തിന്. 8 എണ്ണം അല്ലേ? ഡെയിലി ഫ്രഷ്.
ലുലുലു ഡേറ്റ്സ് ഫെസ്റ്റിവൽ നടക്കുക, പിന്നെ കുക്ക്വെയർ ഫെസ്റ്റിവല്. അത് ഞാൻ അപ്പം ഉണ്ടാക്കാൻ ഈ മാവ് ഇതൊക്കെ ടൈം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഇന്നലെ എന്നോട് പറഞ്ഞായിരുന്നല്ലോ അപ്പം മേടിക്കാന്ന്. അപ്പൊ ഇന്നലെ വർക്ക് നടക്കണോണ്ടാ. 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവും. തുറന്നില്ലല്ലോ. ആ തുറന്നോ, തുറക്കാം, ഇവിടെ എടുക്കാം. ഇത് ഇച്ചിരി ഫ്രണ്ടിലേക്ക് നീക്കി വെച്ചാ അപ്പൊ കാണാം. ഹരിക്കോട്ട് ബീൻസ്. തോരൻ കട്ട. അതെ, നല്ല രസമല്ലേ? നല്ല രസം. അത് നാളെ തോരൻ ഉണ്ടാക്കുമ്പോ എടുക്കാം. കാണിച്ചാ മതിയല്ലോ. പോരെ? കട്ടിയാലും അവിയൽ കട്ട് പോലെ. തോരൻ കട്ട ബീൻസ്. ഇനിയിപ്പൊ മുറിക്കാനും അരിയാനും ഒന്നും പോകണ്ട, വെട്ടാനും പോകണ്ട. ചിലര് വെട്ടുക എന്ന് പറയും. നമ്മൾ അരിയണം എന്നാട്ടോ പറയുന്നത്. അത് വെട്ടുക എന്ന് പറയണത് വേറെ എന്തോ ഐറ്റത്തിനൊക്കെയാ, ചേന, കപ്പ, അതിനൊക്കെയാ പറയാ. പീനട്ട് ഇവിടെ മേടിച്ചായിരുന്നേ. 83 രൂപ. അവിടുത്തെ പീനട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. 265 ഗ്രാം 83 രൂപ കേട്ടോ. അതെ, പീനട്ടാ. റൗണ്ട് പീനട്ട് ആണോ? റൗണ്ടാ. ഇത് ഒരു ഓവൽ ഷേപ്പ്, ഓവൽ പോലത്തെ ഓവലാണ്. അതെ. പിന്നെ ഓട്സ. അടുത്തത് അതങ്ങനെ എളുപ്പം പറയില്ല. പറയാ. ബ്രൊക്കാളി. എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ ഡൗട്ട് തോന്നി. അത് ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാ. കുഞ്ഞിതാ മേടിച്ചത്. ഭയങ്കര വിലയാ. 1 കിലോ 229 രൂപ. ഞാൻ 40 രൂപയ്ക്ക് ഒരു കുഞ്ഞിത് മേടിച്ചു. എല്ലാം എടുത്തിങ്ങ് വെക്കാം. എന്നിട്ട് പിന്നെ കവറങ്ങ് മാറ്റിക്കോ. പിന്നെ ക്ലീനായി. ബില്ലുകൾ കുറെ കിടപ്പുണ്ട് കേട്ടോ. ബില്ലുകൾ കുറെ കിടപ്പുണ്ട്. അയ്യോ, ക്യാരറ്റ് മേടിപ്പിച്ചായിരുന്നു. പക്ഷെ അവിടുത്തെ ക്യാരറ്റ് വളരെ നല്ലതാണ്. ഇന്ന് ഇവിടെ കൊണ്ടുപോകുന്നത് നല്ല ക്യാരറ്റാ കേട്ടോ. കട്ട് ചെയ്തേക്കട്ടെ, കത്രിക എടുത്ത് വെക്കാം. ക്യാരറ്റ് അത് ഈ ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോ ക്യാരറ്റ് അത്യാവശ്യം കൂടുതലിടും. അല്ല, ഇന്ന് മാർജിനിൽ നിന്ന് ക്യാരറ്റ് മേടിച്ചു. ഫ്രഷ് ക്യാരറ്റാ കിട്ടിയത്. പിന്നെ ക്യാരറ്റൊക്കെ പച്ചക്കറിയൊക്കെ ഈ നെയ്യിൽ വഴറ്റി കഴിക്കാൻ നല്ല രസാ. അങ്ങനെയൊക്കെ ഓർത്ത് ഞാൻ മേടിച്ചു. നല്ല ക്യാരറ്റ് ഫ്രഷാ. ക്യാരറ്റ് തോരൻ വരെ ഉണ്ടാക്കാം. ക്യാരറ്റ് വെജിറ്റബിളിന്റെ കൂടെ ക്യാരറ്റ് അങ്ങ് മാറ്റാം. അപ്പൊ ഇങ്ങനെ മാറട്ടെ. പിന്നെ ഓട്സ് കണ്ടല്ലോ. അതെ, ഇത് കാണിച്ചു. ഇതെന്തുന്ന പോലും. അതെടുത്തോ. വായിക്കാൻ പറ്റണില്ലേ? ഇല്ല, കണ്ണാടി വെക്കണത്. എന്താന്ന് പിടികിട്ടില്ല. ക്രാബ് മസാല. 400 ഗ്രാം ഉണ്ട്. അതിന് വില 254 രൂപ കേട്ടോ. 400 ഗ്രാം അല്ലേ? പൊട്ടിക്കുമ്പോ എടുത്ത് കാണിക്കാം. ക്രാബ് മസാല. ചൂടുണ്ട് ഇപ്പോഴും. അത് ഞാൻ അവിടെ നിന്നപ്പോ അവര് ട്രേ അവിടെ വെക്കണേ ഉള്ളൂ. അപ്പൊ അതിന്റെ ചൂടത്. ഫ്രഷ് ക്രീമാ. അത് ബ്രോക്കോളി സൂപ്പ് ഉണ്ടാക്കുമ്പോ അതിലൊഴിക്കാൻ. കട്ട് ചെയ്ത് വെച്ചേക്കാം. കുഞ്ഞി ബ്രോക്കോളിയാ. 40 രൂപയുള്ളൂ. ഞാനിങ്ങനെ കൈകൊണ്ട് പിടിച്ച അതെന്നാന്ന് എനിക്ക് പിടികിട്ടി. അതിനും പറ്റും പിടിക്കുക. കൊറേ ഹിന്ദിയും പഠിച്ചു ഭായിമാരുടെ കയ്യിൽ നിന്ന്. എന്നാക്കിയാ പറയാനുള്ള മൂടല്ല. മൂട് വരുമ്പോ പറയാം. അമ്മയ്ക്ക് വരെ മൂട് നഷ്ടപ്പെട്ടു. അതെ, 2 മാസമായിട്ട് എപ്പോഴും മൂടുള്ള ആളാ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക മൊത്തം. വൈകുന്നേരം ആകുമ്പോൾ പോവുക, പകുതി പാത്രം പറമ്പില്. പിന്നെ ഇവിടെ നിന്ന് പറയും. അപ്പൊ വേഗം എടുത്തോണ്ട് വരും. എന്ത് ചെയ്യാനാ? കുഞ്ഞിതാ. അത് മതിയല്ലോ, ധാരാളം. കാരണം ഇതിന് നല്ല വിലയാ. 1 കിലോ 229 രൂപ. ഇതിലേക്ക് വെച്ചേക്കട്ടെ. വെച്ചോ. ബില്ലുകൾ കുറെ ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഇത് ഇതാ തെരയായിരിക്കും. മാംഗോ ബാർ. മാങ്ങാത്തര. നേരത്തെ കൊണ്ടുവന്നിട്ടില്ല. ആരെങ്കിലും ഒക്കെ വരുമ്പോഴേ നമുക്ക് എടുത്തു വെക്കാം. ഇപ്പൊ സമയമില്ലാത്ത കാരണം ഉണ്ടാക്കാൻ ടൈമില്ലല്ലോ. എനിക്ക് തോന്നിയായിരുന്ന റാഗിയുടെ ഇതായിരിക്കും. റാഗിപ്പൊടി. അവിടെ പുട്ടുപൊടിയും റാഗി ഫ്ലോറും സെപ്പറേറ്റാ. പുട്ടുപൊടി ഇച്ചിരി തരിങ്ങ് കൂടിയതാണ്. റാഗിപ്പൊടി
പലതും ചെയ്യാം ഇതുകൊണ്ട്. സ്മൂത്തിക്ക്, പിന്നെ നമുക്ക് കുറുക്കായിട്ടുണ്ടാക്കാം, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ ഇതിലാ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2 കൂട്ടം ഉണ്ട്. കട്ട് ചെയ്ത ബീൻസാ. അതൊരു രസകരമായിട്ടുള്ള സംഭവം. പക്ഷെ അതിന് 60 രൂപയുണ്ട് കട്ടിങ്. പിന്നെ ഇതാണോ ഇഷ്ടപ്പെട്ട? അപ്പൊ മറ്റേത് ഇഷ്ടപ്പെട്ടില്ലേ? ക്രാബ്. എനിക്ക് ക്രാബിനോട് അത്ര വലിയ അപ്പയ്ക്ക് അതൊക്കെ താല്പര്യം. ചോറുണ്ടുമ്പോ എടുക്കാം. ചോറിനുമ്പോ എടുക്കാം. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കുന്നത് ആദ്യം വെക്കട്ടെ കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെക്കുന്ന കാരണം ചൂടുണ്ട്. ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. വെജിറ്റബിൾ ഫ്രഷ് ക്രീം വെക്കാം. ഇത് വെക്കാം. പിന്നെ അപ്പം അല്ലെങ്കിൽ അത് കേടാവും. ബീൻസ് ഒന്ന് മറിച്ച് കാണിച്ച്. നല്ല രസമല്ലേ കട്ടിങ് കാണാൻ? നല്ല ക്യൂട്ടായിരിക്കും. ആകെ ഒരു പെട്ടിയെ ബീൻസിന്റെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഒരു പെട്ടിയല്ല, 2 പെട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോ തീർന്നതായിരിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ അൺബോക്സിംഗ്. പേത്രത്ത സ്പെഷ്യൽ പോലെ ധാരാളം. ഇപ്പൊ നാളെ ഇതിന് കറി ഉണ്ടാക്കണം. അപ്പത്തിന് സ്പെഷ്യൽ കറിയാ. അത് ശരി. എന്നൊക്കെ ഉദ്ദേശിക്കുന്നതാ. നാളെ നേരം വെളുത്ത് കഴിയുമ്പോ രാവിലെ ലോഡ് വണ്ടി വരും 7:30. അതേ മണി ഗ്രാസ് കട്ടർ വരും. 8 മണിക്ക് പണിക്കാർ വരും. അതിന് മുമ്പ് അപ്പയ്ക്ക് ആ ഏരിയ മൊത്തം നനയ്ക്കാനും ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ആക്ടിവിറ്റി. ഓക്കെ, ഇന്ന് മേടിച്ച സാധനങ്ങളില്ലേ, ടോട്ടൽ കോസ്റ്റ് എത്രയായിന്ന് അറിയോ? മറന്നുപോയി. ടോട്ടൽ കോസ്റ്റ് എത്രയായിന്ന് കേൾക്കണോ? 1000 രൂപ. ഒന്നും തോന്നലില്ലേ കേട്ടിട്ട്? ഞാനിനി ഒന്നും പറയണില്ല. എല്ലാം ഉപയോഗിച്ച് എനിക്ക് ഇച്ചിരി വട്ടായി തുടങ്ങി. കാരണം ചൂടൊന്നാ. ഇത്ര വേഗോ? ചൂടൊന്നാ. 2 രാത്രി 8:30, 3 പടികൾ നടക്കുന്നു. ഇനി അത് തീർന്നാലേ വെളിവാവുള്ളൂ. ശരിയായിട്ടുള്ള പല സംഗതി വെച്ച സ്ഥാനം എവിടെയാന്ന് വരെ മറന്നു. അപ്പൊ കുഞ്ഞോള് വരുമ്പോ പറയും, ചേച്ചി എങ്ങനെയാ പറഞ്ഞോണ്ട് നടക്കണേന്ന്. എന്റെ കുഞ്ഞോളെ വെച്ചതൊന്നും ഓർമ്മയില്ല. അത് എന്നാന്ന് വെച്ചാൽ വെള്ളം, തണുത്ത വെള്ളം, കട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരേ വഴിക്ക് ആ വാതിക്കടെ ഈ വാതിക്കടെ എല്ലാം വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് പ്രൊക്ലൈൻകാർക്ക് വെള്ളം. ഈ എൻ്റെ പൊന്നെ മൊത്തത്തിൽ ആശ്വാസമാവും. ഒരു കട്ടി ഒരു 2 ആഴ്ചയും കൂടെ പിടിക്കണം നമ്മൾ. അതോടുകൂടി ഏതാണ്ടൊക്കെ ലെവലാവും എന്ന് വിചാരിക്കും. ഇതാണ് കേട്ടോ നമ്മുടെ ക്രാബ്. നമുക്ക് വിളമ്പുമ്പോ കാണാം. അമ്മ എന്താ ആലോചിക്കുന്നത്? വേറൊരു പ്ലേറ്റ് കൊടുക്കാം. ഇത് പ്ലേറ്റിന്റെ അരികിലൊന്നും ഇട്ടാ കൊള്ളൂല. എനിക്കിത് വേണ്ട കേട്ടോ. അമ്മയ്ക്ക് ഞണ്ട് ഇഷ്ടല്ലേ? വയറിന് ചിലപ്പോ പണി തരും എനിക്ക്. സീ ഫുഡ് ആയതുകൊണ്ടാട്ടോ. ചെമ്മീൻ തന്നെ കുറച്ചല്ലേ ഞാൻ കഴിക്കാം. അമ്മയ്ക്ക് പണ്ട് വയറിനൊരു അസുഖം വന്നിട്ടുണ്ടായിരുന്നേ. അത് ഇത് കഴിച്ചിട്ടൊന്നും അല്ല. നമ്മളതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അതൊക്കെ വന്ന് മാറിയതിന് ശേഷം പിന്നെ സീ ഫുഡ്, നോൺ വെജൊക്കെ വളരെ ലിമിറ്റ് ചെയ്തേ അമ്മ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഇന്ന് സ്പെഷ്യൽ ലഞ്ചാ. അല്ല, ലഞ്ചല്ല, ഡിന്നർ. അമ്മയ്ക്ക് വേണ്ടാന്നാ പറഞ്ഞ്. വയറ് ചിലപ്പോൾ പണി തരുവാ. ഗ്രേവി ഇച്ചിരി എടുത്തോട്ടോ. കാരണം അമ്മ ഇപ്പൊ കുറെ നാളായിട്ട് സീ ഫുഡൊക്കെ വളരെ റെസ്ട്രിക്ട് ചെയ്താൽ കഴിക്കാറുള്ളൂ. കാരണം വയറിനൊരു അസുഖം വന്നതിന് ശേഷമാണ് എല്ലാ സീ ഫുഡും വളരെ റെസ്ട്രിക്ട് ചെയ്ത് മാത്രമേ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ സീ ഫുഡ് മേടിക്കണതും കുറവാ. ചെമ്മീനൊക്കെ മേടിക്കും. ക്രാബ് വറുത്തരച്ചതാ. ഞാനവിടെ ചെന്നപ്പോ അവര് ഒരു ട്രേ അവിടെ എടുത്ത് വെക്കുക. നല്ല പൊള്ളണ ചൂട്. അവിടെ ചെന്നപ്പോ അത് ഇല്ലായിരുന്നു. അപ്പൊ ഞാനിത് ഉണ്ടോന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു 5 മിനിറ്റിനകം പുതിയത് ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചു നോക്കിയത്. ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ അതിനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ. അത് കാരണം പിന്നെ പേത്രത്തെ ആയതുകൊണ്ട് ഞാൻ മേടിച്ചോണ്ട് വന്നതാ.
അതെ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലധികം ചിക്കൻ ഇതുപോലെയൊക്കെ ഉള്ളതൊന്നും കിട്ടാനുള്ള കഴിവുണ്ടാവില്ല. അതൊന്നുമില്ല, അതുകൊണ്ട് ചിക്കൻ കഴിക്കുന്ന അത്ര ഹെവി ആവില്ല. അതെ, അതിന്റെ ഫ്ലേവർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതത്രേ ഉള്ളൂ. പക്ഷേ സീ ഫുഡിൽ ഏറ്റവും കൂടുതൽ ഫുഡ് പോയ്സൺ ഉള്ളത് ഞണ്ടിലും ചെമ്മീനിലുമാണ്. കാരണം അതിന്റെ ബോഡി സ്ട്രക്ചർ തന്നെ അങ്ങനെയാ. കടലിലുള്ള വേസ്റ്റ് മുഴുവനും വലിച്ചോണ്ടാ നടക്കണേ. നല്ല രുചിയുണ്ട് അല്ലേ? പണ്ട് നമ്മളിത് മേടിച്ചിട്ടുണ്ട് ഇവിടെ. ഞണ്ട് കാണുമ്പോ എപ്പോഴും മേടിക്കാറുണ്ടോ? അതല്ല, ഈ കറിയേ ഒരു തവണ ഞാൻ മേടിച്ചിട്ടുണ്ട്. ചെറിയ എന്താ കിട്ടുന്നതെന്ന് മാത്രം. നമ്മളെ കാല് കൊണ്ടില്ല, അതിനകത്തൊന്നും ഉണ്ടാവൂല. പക്ഷെ മീറ്റേ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഒന്നിന്റെയും കൂടെ കഴിക്കാൻ കൊള്ളൂല. ഇത് തന്നെ തിന്നാനേ പറ്റുള്ളൂ. ചാറ് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അപ്പത്തിന്റെ കൂടെ ആണെങ്കിൽ എന്താ കഴിക്കാൻ പറ്റുക? ഗ്രേവി മാത്രമേ ഉള്ളൂ. ഓക്കെ, ചാറ് കൂട്ടി കഴിക്കാൻ നല്ല രസമല്ലേ? ചാറിന് രുചിയുണ്ട്. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പം ഒന്നും കൂട്ടി കഴിക്കാൻ പറ്റൂല. കാരണം ചാറ് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. മാംസം കിട്ടണ്ടോ? നല്ല ടേസ്റ്റ് ആണല്ലോ. ഇനി നമുക്ക് 50 ദിവസം കഴിഞ്ഞേ നോൺ വെജ് ഉള്ളൂ. അമ്മയുടെ കണക്ക്. അതെ, 50 വേണോ? 50 വേണം എന്ന് അമ്മ സ്ട്രോങ് ഡിസിഷനാ. കുറെ വർഷങ്ങളായിട്ട് അങ്ങനെയാണല്ലോ. മാംസം അത് ഇല്ലെങ്കിലും ഉള്ളതിനൊക്കെ രുചിയാ. അടുത്ത അമ്മ എടുക്കുക കേട്ടോ. ഞാൻ ഗ്രേവി ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആർക്കും ഗ്രേവി കിട്ടും. ഇല്ല, എനിക്കത് ഞാൻ വേണ്ട. ചോറിലിട്ട് കുഴയ്ക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. മതി. അപ്പൊ എനിക്കത് കഴിച്ചു കഴിഞ്ഞപ്പം ഇച്ചിരി തന്ന് നല്ല രുചിയാ. മതി. ഞാൻ മീൻ എടുത്തിട്ടുണ്ട്, മീൻ്റെ തല. ഇനി ഒരു ദിവസം വേണമെങ്കിൽ ഗ്രേവി മാത്രമായിട്ട് മേടിക്കാം. ഇനിയിപ്പോ നോയമ്പ് കഴിയാതെ ഒന്നുമില്ല, ഗ്രേവി ഇല്ല, അല്ലാത്തതും ഇല്ല, ഒന്നുമില്ല. എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ വെജ് കറി മേടിച്ചു. അല്ല മേടിക്കണ്ട, ഇനിയിപ്പോ 2 ആഴ്ച കഴിഞ്ഞാൽ പണികളൊക്കെ കഴിയൂടെ. അപ്പൊ പിന്നെ ഡിഷറിൽ പതുക്കെ സാമ്പാറും അവിയലും തോരനും ഒക്കെ ആയിട്ട്, ചമ്മന്തിപ്പൊടി, രസം, ഷാറാക്കറി പൗഡറിന്റെ പൗഡറുകളുണ്ടല്ലോ, അപ്പൊ അതൊക്കെ വെച്ചങ്ങ് ഉണ്ടാക്കുക. ആ ദിവസം ടപ്പേന്ന് അങ്ങ് പൊക്കോളും. ബിജു പറയാൻ പോലെ ടക്കേന്ന് പൊക്കോളും. അതിന് ഒരാഴ്ച വെജ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നോൺ വെജ് അങ്ങനെ വേണമെന്ന് എനിക്ക് തോന്നാറില്ല. സ്ഥിരം യൂസ്ഡ് ആവും. പിന്നെ അതാണ്. പിന്നെ മിക്കവാറും മാങ്ങാ ചമ്മന്തി, വൻപയർ, പിന്നെ അച്ചിങ്ങ തുടങ്ങിയ. അയ്യോ എന്റെ ദൈവമേ, ഞാൻ വെറുത്തിട്ടുണ്ട്. ഞാൻ വെറുക്കൂല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചിങ്ങ പോലത്തെ. എനിക്ക് കഴിക്കണേന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എപ്പോഴും ഇതാണല്ലോ എന്നുള്ളൊരു ചിന്ത പലപ്പോഴും വലയ്ക്കാറുണ്ട്. അപ്പൊ നമ്മള് മനസ്സിനെ അതായിട്ട് ഒരുക്കുക. അപ്പൊ ഒരു കുഴപ്പമില്ല, ഒരു വലയിലും ഇല്ല. നിങ്ങളിത് കാണുമ്പോ ചിലപ്പോ നോയമ്പ് തുടങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോ തുടങ്ങിയിട്ടുണ്ടാവൂല, ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. നോയമ്പിന് മുമ്പാട്ടോ, പേത്രത്ത വെള്ളിയാഴ്ച, ഇന്ന് വെള്ളിയായത്. അപ്പൊ ഞങ്ങളിവിടെ ഊണ് കഴിക്കുകയാണ്. ഞാൻ കഴിക്കാൻ എടുത്തിട്ടില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും എടുക്കുള്ളൂ. ഇന്ന് ലേറ്റാ. വീക്കെൻഡ് അല്ലേ? അതെ.
അമ്മയ്ക്ക് ഇന്ന് ആർഭാടാ മീനുമറ്റേ ഉണ്ട് കേട്ടോ. അപ്പയ്ക്ക് ഇന്ന് മീൻ തന്നിട്ടില്ല കേട്ടോ. അമ്മയെന്ന് പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മീൻ തലയാ ആ അമ്മയ്ക്ക് മീൻ്റെ തലയാണോ? ആഹാ, ആരോടും മിണ്ടിയില്ല. എനിക്ക് ഈ തല വലിയ താല്പര്യമില്ല, മുള്ളുള്ള കാരണം. എനിക്കിഷ്ടം. ചില മീനിന്റെ തല നല്ലതാണ്. കണ്ണിന് നല്ല രുചിയോ. അത് ഒടിഞ്ഞു പോകാനുണ്ടല്ലേ? അത് കടിച്ചെടുക്കാം, പൊട്ടിപ്പോയി. ഞാൻ ഒരെണ്ണം എടുത്തിട്ടും അത് ഒടിഞ്ഞു പോന്ന്. കഴിക്കാൻ അല്ലേ? പക്ഷെ അതിലൊക്കെ ഉണ്ട്, കാമ്പുണ്ട്. അതെ അതെ അതെ, അതാ കുഴപ്പം, കളയാൻ പറ്റില്ല. സമയം എടുക്കും, അതാണ് ഒരു കുഴപ്പം. ടൈം കൺസ്യൂമിങ് ആ. പിന്നെ നമ്മുടെ ഒരു ആക്ടിവിറ്റി അത്രയും നേരം ഇതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കും, അതിരിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്.